ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് യൂണിറ്റ് 13 ഹൈഡ്രോ കാർബണാണ് എടുക്കാൻ പോകുന്നത്. I have told you about hydrocarbons. What is an hydrocarbon? A compound containing carbon and hydrogen is called hydrocarbon. ഈ ഹൈഡ്രോകാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ്. Depending upon the type of carbon-carbon bond present, the hydrocarbons classified into three. One is saturated hydrocarbon, another one is unsaturated hydrocarbon, and the last one is aromatic hydrocarbons. ഹൈഡ്രോകാർബണിനെ കാർബൺ ബോണ്ടിൻ്റെ നേച്ചർ അനുസരിച്ച് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ ഫസ്റ്റ് വൺ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, സെക്കൻഡ് വൺ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആൻഡ് തേർഡ് വൺ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. അപ്പോൾ എന്താണ് ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ കാർബൺ കണ്ടെയ്നിങ് carbon sigma bond only. In hydrocarbon containing the carbon sigma bond only. ഒരു ഹൈഡ്രോകാർബൺ ചെയിനിൽ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രം വരുന്ന കോമ്പൗണ്ടുകളെയാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈഡ്രോകാർബൺ വിച്ച് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ carbon double bond or carbon triple bond. ഒരു ഹൈഡ്രോകാർബൺ ചെയിനിൽ ഏതെങ്കിലും ഒരു കാർബൺ ബോണ്ടെങ്കിലും കാർബൺ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ കാർബൺ ട്രിപ്പിൾ ബോണ്ടോ ആയിട്ട് കാണുക. അതിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയും. അതിൽ ആൽക്കീനും ആൽക്കൈനുമാണ് അതിൽ വരിക. സാച്ചുറേറ്റഡിൽ വരുന്നത് ആൽക്കേനാണ്. അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഹൈഡ്രോകാർബൺ ആണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. അത് സൈക്ലിക് ആണ്. അതിൽ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അത്തരം ഹൈഡ്രോകാർബണെയാണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. ഇങ്ങനെ അതിൽ വരുന്നതാണ് ബെൻസീനും അതുപോലെ തന്നെ ബെൻസീൻ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും നോൺ ബെൻസീനോടായിട്ടുള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സും എല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ആൽക്കെയിൻസിനെ കുറിച്ച് നോക്കാം. ആൽക്കെയിൻ എന്താണ്? ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് എ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് കണ്ടെയ്ൻ കാർബൺ സിംഗിൾ ബോണ്ട് ഓൺലി. കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോകാർബണെയാണ് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ആൽക്കെയിൻ്റെ ജനറൽ ഫോർമുല CnH2n+2 എന്നാണ്. CnH2n+2 എന്നാണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് മീത്തേൻ്റെ CH4 കിട്ടും, ഇതേന് C2H6 കിട്ടും, പ്രൊപ്പൈന് C3H8 കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ ആൽക്കെയിനെയും നമുക്ക് എഴുതാം. ഇനി അതിന് നോമൻക്ലേച്ചർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നോമൻക്ലേച്ചർ നെയിം ചെയ്യുമ്പോൾ ഉള്ള റൂളുകളൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഹൈഡ്രോകാർബൺ വിച്ച് കണ്ടെയ്ൻ കാർബൺ ഡബിൾ ബോണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബണെയാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. ഈ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണെ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടത്തുക. ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ റിഡക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ എന്ന് പറയാം. ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോജൻ ആഡ് ചെയ്യുക. ഹൈഡ്രോജൻ ആഡ് ചെയ്ത് റിയാക്ഷൻ നടത്തുക. ഹൈഡ്രോജൻ ആഡ്സ് ടു ആൽക്കീൻ ആൻഡ് ആൽക്കൈൻസ്. ഈ ഹൈഡ്രോജൻ ആഡ് വെറുതെ ഹൈഡ്രോജൻ ഗ്യാസ് ആഡ് ചെയ്താൽ പോരാ. ഇൻ ദ പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ്.
ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്? പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ ടു ഫോം ആൽക്കെയ്ൻസ്. Hydrogen adds to alkynes in the presence of catalysts like platinum, palladium or nickel to form alkynes. താഴെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. എത്തീനിലേക്ക് എത്തീൻ ആഡഡ് വിത്ത് ഹൈഡ്രോജൻ ആറ്റം. അവിടെ എന്താ സംഭവിക്കുക? ഹൈഡ്രജൻ ഓരോ കാർബൺ ഡബിൾ ബോണ്ടിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഒരു കാർബണിലേക്ക് എച്ച് ആഡ് ചെയ്യും, ഒരു കാർബണിലേക്ക് എച്ച് ആഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും? ഫോർമുല CH3. അവിടെ ഡബിൾ ബോണ്ട് പോയിട്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറും, CH3. അതുപോലെ പ്രൊപ്പീനിലോട്ട് ഇതേപോലെ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ പ്രൊപ്പെയിൻ ഉണ്ടാവും. ഇനി പ്രൊപ്പൈനിലേക്ക് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്താൽ പോലെ അവിടെ 2 ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ആൽക്കൈനാണ്. ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ആൽക്കീനേ ആവുള്ളൂ. 2 ഹൈഡ്രജൻ ആഡ് ചെയ്യുക. ഇൻ ദ പ്രസൻസ് ഓഫ് സെയിം കാറ്റലിസ്റ്റ് ഫോം പ്രൊപ്പെയിൻ. അപ്പോൾ ആൽക്കീനെയോ ആൽക്കൈനെയോ നമുക്ക് എന്താക്കി മാറ്റാം? ഹൈഡ്രജൻ ആഡ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് platinum, palladium or nickel catalyst form alkanes. This process is called hydrogenation. ഇനി രണ്ടാമത്തത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡിൽ എക്സെപ്റ്റ് ഫ്ലൂറൈഡ്സ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറില്ല. On reduction with zinc and dilute hydrochloric acid give alkanes. ആൽക്കൈന് നമ്മൾ സിങ്കിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും പ്രസൻസിൽ അതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിങ്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഈ ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് എന്ത് റിയാക്ട് ചെയ്യും? ആൽക്കെയിൻ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാലജൻ പ്രസൻ്റ് ആയിട്ടുള്ള ആൽക്കെയിൻ റിയാക്ട് ചെയ്തിട്ട് സൂട്ടബിൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആൽക്കെയിന് ഫോം ചെയ്യും. ആൽക്കൈൽ ഹാലൈഡ് എക്സെപ്റ്റ് ഫ്ലൂറൈഡ്സ് ഓൺ റിഡക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ് ആൽക്കെയിൻസ്. അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഹൈഡ്രജൻ അഡീഷനാണ്. റിയാക്ഷൻ നടത്തുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കെയിനും അതുപോലെ HCl ഫോം ചെയ്യും. ഇനി ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള രണ്ടാമത്തെ റിയാക്ഷന് പറയുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. പലപ്പോഴും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് വുഡ്സ് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റൽ വെച്ച് ഡ്രൈ ഈതറിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗീവ് ഹയർ ആൽക്കീൻസ്. ആൽക്കൈൽ ഹാലൈഡ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് sodium metal in dry ether solution give higher alkanes. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഹാലോ ആൽക്കൈനെ സോഡിയം മെറ്റൽ വെച്ച് റിയാക്ട് ചെയ്യും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ സോഡിയം മെറ്റൽ രണ്ട് സോഡിയം മെറ്റൽ 2 മോളിക്യൂൾ ഓഫ് ഹാലോ ആൽക്കൈനിൽ നിന്നും 2 ഹാലജനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൽക്കൈൻ അതിൻ്റെ ഇരട്ടി കാർബൺ ആറ്റം ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം മെറ്റൽ വെച്ച്, അപ്പോൾ എപ്പോഴും 2 മോളിക്യൂള് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യണം. അത് സോഡിയം മെറ്റലിൻ്റെ പ്രസൻസിലാണ്. അവിടെ 2 മോളിക്യൂൾ ഹാലജൻ റിമൂവ് ചെയ്യപ്പെടുകയും ആൽക്കൈൽ ഗ്രൂപ്പ് തമ്മിൽ ജോയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണോ ഹാലജൻ ഉള്ളത് ആ ഹാലജൻ ഉള്ളിടത്താണ് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൽക്കൈനിൽ അതിൽ കൂടുതൽ നമ്പർ ഓഫ് കാർബണുള്ള ആൽക്കൈനായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ CH3Br + 2Na 2 മോളിക്യൂൾ CH3Br 2 Na ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3 ഈതേന് കിട്ടും +2NaBr.
ഇനി മൂന്നാമത് ഫ്രം കാർബോക്സിലിക് ആസിഡാണ്. അതിൽ കാർബോക്സിലിക് ആസിഡിൽ ആദ്യത്തെ പ്രോസസ്സിന് നമ്മൾ ഡീകാർബോക്സിലേഷൻ എന്നാണ് പറയുക. ഡീകാർബോക്സിലേഷൻ നമ്മൾ ചെയ്യുന്നത് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഹീറ്റിംഗ് വിത്ത് സോഡ ലൈം. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ സോഡ ലൈം വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കെയിൻസ് കിട്ടും. ഇങ്ങനെ ഫോം ചെയ്യുന്ന ആൽക്കെയിനിൽ എപ്പോഴും കാർബൺ ചെയിനിൻ്റെ എണ്ണം ഒരു കാർബൺ ആറ്റം കുറവായിരിക്കും. അവിടെ ഉള്ള ആൽക്കെയിനിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന കാർബോക്സിലിക് ആസിഡിൽ ഒരു കാർബൺ ആറ്റം കുറവുള്ള ഒരു ആൽക്കെയിനായിരിക്കും നമുക്ക് കിട്ടുക. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് സോഡ ലൈം ഗീവ് ആൽക്കെയിൻസ് കണ്ടെയ്നിങ് 1 കാർബൺ ആറ്റം ലെസ് ദാൻ ദ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എത്തനോയിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മീഥേനായിരിക്കും. പ്രൊപ്പനോയിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈഥേനായിരിക്കും. ബ്യൂട്ടനോയിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പ്രൊപ്പേനായിരിക്കും. അപ്പോൾ അതിൽ ഒരു കാർബൺ ആറ്റം കുറവുള്ള ആൽക്കെയിനാണ് നമുക്ക് കിട്ടുക. ഇനി സോഡ ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടത്തുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടാണ്. സോഡിയം സാൾട്ട് ഓഫ് എത്തനോയിക് ആസിഡ് പ്ലസ് NaOH. അവിടെ എന്താ സംഭവിക്കുന്നത്? എന്താണ്? സോഡിയം അതിൽ നിന്ന് കാർബൺ ഈ COO മൈനസ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്കൊരു ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയാനുള്ള കാരണം. കാർബോക്സിലേറ്റ് അയോണ് അതിൽ നിന്നും അതിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് കാർബോക്സിലേറ്റ് അയോണാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. അതുകൊണ്ടാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡീകാർബോക്സിലേഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ഏതാണ്? സോഡ ലൈമാണ്. സോഡ ലൈം എന്ന് പറഞ്ഞാൽ NaOH ആൻഡ് CaO. അവിടെ NaOHുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ Na2CO3യും മീഥേനും കിട്ടും. ഇനി കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്യും. ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്നിട്ട് ആൽക്കെയിൻ കിട്ടും. അപ്പോൾ അവിടെ അവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം. ഒരു സൊല്യൂഷനിൽ സോഡിയം സാൾട്ട് ഓഫ് അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് സൊല്യൂഷനെല്ലാം അയണൈസ് ചെയ്ത് ഫോമിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള കാർബോക്സിലേറ്റ് അയോൺ അവിടെ ഒരു ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ് അവിടെ സംഭവിക്കുന്നത്. അത് നമ്മളീ പറയുന്ന പോലെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സാണ് അവിടെ നമ്മൾ നടക്കുന്നത്. അപ്പോൾ അവിടെ CH2CO- നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ട് മൂവ് ചെയ്യും. അവിടെ നിന്ന് ചാർജ് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവുകയും രണ്ട് CH3 മോളിക്യൂൾ ജോയിൻ ചെയ്യുകയും ചെയ്യും. അതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ Na+ സോഡിയം അയോൺ ഇതുപോലെ കാഥോഡിലോട്ട് മൂവ് ചെയ്യും അല്ലേ? അങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്ന. Na+ അല്ല, വാട്ടറിലുള്ള H+ അയോൺ നമ്മൾ അടുത്ത വർഷം നമുക്കറിയാം. നമ്മൾ ഒരു ഇലക്ട്രോളിസിസ് നടത്തുമ്പം സ്വാഭാവികമായിട്ടൊരു പോസിറ്റീവ് അയോൺ ഒരു നെഗറ്റീവ് അയോൺ ഒരു സൊല്യൂഷനിലുണ്ടാവും. ഈ പോസിറ്റീവ് അയോൺ കാഥോഡിലോട്ടും നെഗറ്റീവ് അയോൺ ആനോഡിലോട്ടും മൂവ് ചെയ്യും. അപ്പം ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് ചാർജ് നഷ്ടപ്പെട്ടിട്ട് അത് ഫ്രീ മോളിക്യൂൾ അല്ലെങ്കിൽ ഒന്നുകിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് ലിബറേറ്റ് ചെയ്യും. ഇങ്ങനെ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിൽ ഒരു സിംഗിൾ അയോൺ ആണെങ്കിൽ നമുക്കവിടെ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ ഒരു അക്വസ് സൊല്യൂഷൻ ഓഫ് ഇതുപോലെ സോഡിയം അസറ്റേറ്റ് പോലെയുള്ള അക്വസ് സൊല്യൂഷൻ ആകുമ്പോൾ ഒന്നിലധികം അയോണുകൾ വരുമ്പോൾ നമുക്കറിയാം CH3CO- Na+ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? CH3CO- Na+ ഉണ്ടാവും. അതുകൂടാതെ വാട്ടറിൽ വേറെ എന്തൊക്കെ ഉണ്ടാവും? H+ഉം OH- അയോണും ഉണ്ടാവും.
അപ്പോൾ അവിടെ ഈ ഇലക്ട്രോലൈറ്റിൽ മൂവ് ചെയ്യുമ്പം ഓരോ ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലൊക്കെ അനുസരിച്ച് ഏതാണോ ആ ഇലക്ട്രോഡിലോട്ട് പോകുന്നത് അതായിരിക്കും അതവിടെ. അത് നമ്മൾ അതെങ്ങനെ തീരുമാനിക്കും എന്നുള്ളതൊക്കെ നമ്മളുടെ പ്ലസ് ടുവിൽ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ ജസ്റ്റ് പറയുന്നത് ഈ CH3CO- ആണ് എവിടേക്ക് പോകുന്നത്, ആനോഡിലോട്ട് മൂവ് ചെയ്യുന്നത്, പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ട് മൂവ് ചെയ്യുന്നത്. അവിടെ വെച്ച് അതിന് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായിട്ട് എലിമിനേറ്റ് ചെയ്യുകയും CH3 സൊല്യൂഷനിലോട്ട് വരികയും ചെയ്യും. ഇനി കാഥോഡിലോട്ട് മൂവ് ചെയ്യുന്ന Na+ അല്ല അവിടെ മൂവ് ചെയ്യുന്നത്, പകരം വാട്ടറിൽ H+ ആണ് മൂവ് ചെയ്യുന്നത്. ഈ H+ അയോൺ ഇലക്ട്രോൺ സ്വീകരിച്ച് H2 ഗ്യാസായിട്ട് ലിബറേറ്റ് ചെയ്യും. പിന്നെ സൊല്യൂഷനിൽ എന്തൊക്കെ ബാക്കിയുണ്ടാവും, Na+ ബാക്കിയുണ്ടാവും. ഇത് OH- അയോണായിട്ട് കമ്പൈൻ ചെയ്തിട്ട് NaOH ആയിട്ട് മാറും. അതാണ് അവിടെ നടക്കുന്ന കംപ്ലീറ്റ് റിയാക്ഷൻ. CH3 + 2CO2 + H2 + 2NaOH. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ റിയാക്ഷൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അവിടെ സോഡിയം സാൾട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ ഇലക്ട്രോലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൽക്കെയിൻ സിന്തസൈസ് ചെയ്യുന്ന മെത്തേഡാണ് വോൾഫ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. ഇനി ഇത്രയാണ് അതിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്നത്. ഇനി അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ല നമ്മൾ സാധാരണ പറയുന്ന അതിലുള്ള ബോയിലിംഗ് പോയിൻ്റ്, അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റേറ്റ്, അത് ഏത് ഗ്യാസാണോ ലിക്വിഡാണോ സോളിഡാണോ, അതുപോലെ അതിൻ്റെ സോലിബിലിറ്റി, ഇതെല്ലാം നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയും. നമുക്കറിയാം ലോവർ മെമ്പേഴ്സ്, ഹൈഡ്രോ കാർബണിലെ ലോവർ മെമ്പേഴ്സ് മെയിനായിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മീഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ ഒക്കെ ഗ്യാസാണ്. അപ്പോൾ C1 to C4 ഗ്യാസാണ്, C5 to C17 ലിക്വിഡാണ്, C18 മുകളിലുള്ളത് സോളിഡായിട്ടാണ് കാണുക. അതാണ് ഒന്നാമത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ടെന്ന് പറയുന്നത്. രണ്ടാമത്തത് ബോയിലിംഗ് പോയിൻ്റാണ്. ബോയിലിംഗ് പോയിൻ്റ് സാധാരണ രീതിയിൽ നമുക്കറിയാം കാർബൺ ചെയിന് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യും. എന്നാൽ അതിൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് കാർബൺ ചെയിൻ ബട്ട് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ബ്രാഞ്ചിങ്. കാർബൺ ചെയിൻ കൂടുമ്പോൾ നമുക്കറിയാം മാസ് കൂടുന്നത് കൊണ്ട് തന്നെ ബോയിലിംഗ് പോയിൻ്റ് കൂടും. പക്ഷെ ബ്രാഞ്ച് കൂടുമ്പം അവിടെ ബോയിലിംഗ് പോയിൻ്റ് കുറയാണ് ചെയ്യുക. ഓക്കെ, ഇനി അതിൽ മറ്റൊരു കാര്യം കൂടെ അവിടെ പറയാനുണ്ട്, സോലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഇൻസോലിയബിൾ ഇൻ വാട്ടറിൽ ഇൻസോലിയബിൾ ആണ് ഹൈഡ്രോ കാർബൺ, ബട്ട് സോലിയബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്. എന്നാൽ ഓർഗാനിക് സോൾവെൻറ്റിൽ അത് ഡിസോൾവ് ചെയ്യും. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ റിയാക്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. അതിലാദ്യത്തതാണ് ഹാലജനേഷൻ. ഹാലജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് ചെയ്യല്ല, അവിടെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമുക്കറിയാം ആൽക്കെയിൻ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായിട്ടുള്ള, അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ബോണ്ട് ചെയ്തിരിക്കുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന മെയിൻ റിയാക്ഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെയുള്ള ഓക്സിഡേഷനൊക്കെയാണ് അവിടെ നടക്കുക. അപ്പോൾ അവിടെ അഡീഷൻ റിയാക്ഷനൊന്നും ഹാലജനിൽ ഉണ്ടാവില്ല, അവിടെ സബ്സ്റ്റിറ്റ്യൂഷനേ നടക്കുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള ഹൈഡ്രോജൻ ആറ്റം പോയിട്ട് പകരം ഹാലജൻ വരിക. അപ്പോൾ ഹാലജനേഷൻ ടേക്ക് പ്ലേസ്, ഹാലജനേഷൻ നടക്കണമെങ്കിൽ ഐദർ അറ്റ് ഹയർ ടെമ്പറേച്ചർ ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഒന്നുകിൽ ഹൈ ടെമ്പറേച്ചറിൽ നടത്തണം, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തണം. അങ്ങനെ ഹാലജനേഷൻ നടക്കുള്ളൂ. ഹാലജനേഷൻ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചതാണ്. മീഥെയിനിലോട്ട് ഹാലജൻ ആഡ് ചെയ്യുമ്പോൾ, അല്ലേ, CH2Cl ഉണ്ടാവും പ്ലസ് HCl. അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ക്ലോറിൻ വരും, പ്ലസ് പിന്നെ HCl ആയിട്ട് ഫോം ചെയ്യും. അതുപോലെ തന്നെ CH3Clലേക്ക് വീണ്ടും Cl2 ആഡ് ചെയ്യുമ്പോൾ CH2Cl2 പ്ലസ് HCl, CH2Cl2ലേക്ക് വീണ്ടും Cl2 ആഡ് ചെയ്യുമ്പോൾ CHCl3 പ്ലസ് HCl, CHCl3ലേക്ക് വീണ്ടും Cl2 ആഡ് ചെയ്യുമ്പോൾ CCl4 പ്ലസ് HCl ആയിട്ട് മാറും. ഇത് ഒരു
എല്ലാ ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണ് വരിക. പക്ഷെ ഇത് നമുക്കിങ്ങനെ ഒരുപാട് നമുക്കറിയാം, ഇത് കുറേ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഒരിക്കലും പ്രിപ്പറേഷൻ മെത്തേഡായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഹൈഡ്രോ കാർബൺസ് ഇതുപോലെ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നൊരു റിയാക്ഷൻ എപ്പോഴും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി നമുക്കറിയാം, നമ്മൾ ഈ ഹാലജനേഷൻ നടക്കുന്ന ഒരു മെക്കാനിസമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഹാലജനേഷൻ നടക്കുന്നത്? ഹാലജനേഷൻ നടക്കുന്നത് നമ്മൾ പറയും പ്രസൻസ് ഓഫ് ലൈറ്റാണ്. ലൈറ്റിൻ്റെ പ്രസൻസിൽ ആദ്യം നടക്കുന്നത് ഹോമോളിറ്റിക് ക്ലീവേജ് ഓഫ് ഹാലജനാണ്. എന്താണ് ഹോമോളിറ്റിക് ക്ലീവേജ്? ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു പല രീതിയിലുള്ള ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ട്. ഇവിടെ സംഭവിക്കുന്നത് കോവാലൻ്റ് ബോണ്ട് ഈക്വലായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈക്വലായിട്ട് ഓരോ ഇലക്ട്രോൺ ഓരോ ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഹോമോളിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറിൻ ഹോമോളിറ്റിക് ക്ലീവേജിന് വിധേയമാകും ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റിൻ്റെ പ്രസൻസിൽ. എന്നിട്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്യും. ഈ റിയാക്ഷൻ വെച്ചിട്ടാണ് ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് നമ്മൾ ഇനീസിയേഷൻ എന്ന് പറയും. ഇനീസിയേഷൻ. അപ്പോൾ റിയാക്ഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ഹോമോളിസിസ് ഓഫ് ക്ലോറിൻ മോളിക്യൂൾ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഓർ ഹീറ്റ്. രണ്ടാമത്തത് പ്രൊപ്പഗേഷനാണ്. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഹൈഡ്രോ കാർബണുമായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മൾ CH4 കൺസിഡർ ചെയ്യുക. നമുക്കറിയാം CH4 എന്ന് പറയുമ്പോൾ ഒരു കാർബണിന് ചുറ്റും 4 ബോണ്ട്. ഈ 4 ബോണ്ടിൽ ഒരു CH ബോണ്ട് ഇതുപോലെ ഈ ഫ്രീ റാഡിക്കലിനൊരു പ്രത്യേകതയുണ്ട്. അത് വരുന്ന സമയത്ത് അത് അത് ഒരു മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് മറ്റൊരു ബോണ്ടിനെ അത് ബ്രേക്ക് ചെയ്യുകയും വേറൊരു ബോണ്ട് പുതുതായിട്ട് ഫോം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പുതിയൊരു ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഈ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരിക്കലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു കാരണം അതാണ്, പ്രൊപ്പഗേഷനാണ്. അത് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ക്ലോറിൻ, നമ്മൾ പറഞ്ഞ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ CH ബോണ്ട് ഇതേപോലെ ഹോമോളിറ്റിക് ക്ലീവേജിന് വിധേയമാകും. ഹോമോളിറ്റിക് ക്ലീവേജിന് വിധേയമായി കഴിയുമ്പം അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ Hലോട്ട് പോകും. H ഫ്രീ റാഡിക്കലും മറ്റേത് CH3 ഫ്രീ റാഡിക്കലുമായിട്ട് മാറും. ഈ H ഫ്രീ റാഡിക്കലും Cl ഫ്രീ റാഡിക്കലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതാണ് ഒന്ന് ബ്രേക്ക് ചെയ്യും. ഒരു സ്ഥലത്ത് ഹോമോളിറ്റിക് ക്ലീവേജിന് വിധേയമാക്കിയിട്ട് മറ്റൊരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. അതാണ് ക്ലോറിൻ ഫ്രീ റാഡിക്കലും Hഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് HCl ആയിട്ട് മാറും. എന്നിട്ട് CH3 ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും അല്ലേ? ഈ CH3 ഫ്രീ റാഡിക്കൽ ഇങ്ങനെ ഇത് പല രീതിയിൽ ഫോം ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് CH3 ഫ്രീ റാഡിക്കൽ കിട്ടി. ഈ CH3 ഫ്രീ റാഡിക്കൽ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലോറിൻ ഹോമോളിറ്റിക് ക്ലീവേജിന് അത് ഫ്രീ റാഡിക്കൽ വരുമ്പോൾ തൊട്ടടുത്ത് അതിനോട് കമ്പൈൻ ചെയ്യുന്ന ഗ്രൂപ്പുമായിട്ട് വീണ്ടും ഹോമോളിറ്റിക് ക്ലീവേജിന് വിധേയമാക്കിയിട്ട് അത് വീണ്ടും അത് ഒരു പുതിയ ഫോം ചെയ്യും, മറ്റൊരു ഫ്രീ റാഡിക്കലിന് ജനറേറ്റ് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? CH3 ഫ്രീ റാഡിക്കൽ പ്ലസ് Cl അല്ലേ? Cl ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CH3Clഉം പ്ലസ് Cl ഫ്രീ റാഡിക്കലും ഉണ്ടാവും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ Cl ഫ്രീ റാഡിക്കൽ ഇവിടെ ഇതൊന്നും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഈ Cl ഫ്രീ റാഡിക്കൽ ചെയ്യുന്നത് വീണ്ടും നമ്മുടെ നമ്മൾക്ക് അറിയാം അവിടെ CH3Cl ഫോം ചെയ്തു അല്ലേ? ഫോം ചെയ്തിട്ടുള്ള CH3Cl ഫ്രീ റാഡിക്കൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഒരു CH ബോണ്ടും കൂടെ ഹോമോളിറ്റിക് ക്ലീവേജിന് വിധേയമാകും. അപ്പോൾ അവിടെ നേരത്തെ പോലെ CH2 Cl ഫ്രീ റാഡിക്കലും അതേപോലെ HClഉം ഫോം ചെയ്യും അല്ലേ? വീണ്ടും അതേപോലെ പിന്നെ ആ ഫ്രീ റാഡിക്കൽ HClഉമായിട്ട് വീണ്ടും കമ്പൈൻ ചെയ്തിട്ട്
CH2Cl2 ഫോം ചെയ്യുകയും അല്ലേ, പ്ലസ് Cl ഫ്രീ റാഡിക്കൽ അവിടെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ അതുകൊണ്ടാണ് നമുക്കറിയാം മീഥെയ്ൻ ഹാലജനേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യുന്നത് കാർബൺ ടെട്രാക്ലോറൈഡ് ഫോം ചെയ്യുന്നത് വരെ ആ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. അതാണ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞത്. ക്ലോറിൻ ഫ്രീ റാഡിക്കൽ അറ്റാക്സ് എ മീഥെയ്ൻ മോളിക്യൂൾ ബൈ ബ്രേക്കിംഗ് ദ CH ബോണ്ട് ടു ജനറേറ്റ് മീഥൈൽ ഫ്രീ റാഡിക്കൽ വിത്ത് ഫോർമേഷൻ ഓഫ് HCl. അല്ലേ, ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പ്രൊപ്പഗേഷൻ. ഇനി ടെർമിനേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മളൊരു ടെർമിനേഷനാണ് ആ റിയാക്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഈൽഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എനർജി അനുസരിച്ചിട്ടായിരിക്കും ടെർമിനേഷൻ റിയാക്ഷൻ നടത്തുക. അങ്ങനെ അവിടെ വെച്ചിട്ടായിരിക്കും റിയാക്ഷൻ സ്റ്റോപ്പ് ആകുമ്പോൾ സംഭവിക്കുന്നത് അവിടെയുള്ള ഫ്രീ റാഡിക്കൽസൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ മോളിക്യൂളായി ചിലത് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ Cl2 ആയിട്ട് മാറും. ചിലപ്പോൾ അവിടെ ഈഥേനും ഉണ്ടാവാം, CH3 ഫ്രീ റാഡിക്കൽ CH3 ആയിട്ട് മാറാം. ചിലപ്പോൾ CH3 ഫ്രീ റാഡിക്കലും Cl ഫ്രീ റാഡിക്കലും CH3 അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇതിൽ ഒരുപാട് മിക്സ്ചർ ഓഫ് കോമ്പണൻസ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഹയർ മെമ്പർ ഓഫ് ആൽക്കെയിൻ്റെ പ്രിപ്പറേഷനിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഹാലജനേഷൻ റിയാക്ഷൻ. 3 സ്റ്റെപ്പാണ്: ഇനീസിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. രണ്ടാമത് കമ്പഷനാണ്. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷനാണ്. ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള വേറൊരു ബോണ്ട് അഡീഷൻ അതുപോലെ റിയാക്ഷനൊന്നും അതിലുണ്ടാവില്ല. മെയിനായിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂഷനും ഓക്സിഡേഷനും ഒക്കെയാണ് നടക്കുക. അപ്പോൾ അവിടെ ആൽക്കെയിൻ പ്രത്യേകത എല്ലാ ഹൈഡ്രോ കാർബണും കത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഉണ്ടാവും. അതിൽ കംപ്ലീറ്റ് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. കംപ്ലീറ്റ് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവുക. പാർഷ്യൽ ഓക്സിഡേഷൻ നമുക്കറിയാം, നമ്മൾ വിറകൊക്കെ കത്തിക്കുമ്പോൾ നമുക്ക് കരിയാണ് ഉണ്ടാവുക. ഈ കരി ഫോം ചെയ്യുന്ന ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷനാണ്. അങ്ങനെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ വഴി കമ്പഷൻ വഴി നമുക്ക് കിട്ടുന്നതാണ് കാർബൺ പ്ലസ്, അവിടെ കൊടുത്തിട്ടുണ്ട് കാർബൺ പ്ലസ് വാട്ടർ എന്ന് പറയുന്നത് സ്റ്റീമായിട്ട് മാറും. ഓക്കെ, അതാണ് കാർബൺ ബ്ലാക്ക് ആയിട്ട് നമ്മൾ പറയുന്ന കരി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂറിങ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആൽക്കെയിൻസ് വിത്ത് ഇൻസഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എയർ ഓർ ഡയോക്സിജൻ കാർബൺ ബ്ലാക്ക് ഈസ് ഫോംഡ് എന്നാണ് കരി, which is used in the manufacture of ink, printer ink, black pigments and fillers. കാർബൺ ബ്ലാക്ക് നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രിയലി അല്ലേ ബ്ലാക്ക് നമുക്ക് ഉപയോഗിക്കുന്നിടത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അതാണ് കരി എന്ന് പറയുന്നത്, കാർബൺ ബ്ലാക്ക്. അപ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ വഴി നമുക്ക് കിട്ടുന്നതാണ് കാർബൺ ബ്ലാക്ക്. ഇനി കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ നമുക്കിത് നമ്മൾ കൺട്രോൾ ചെയ്യില്ല അല്ല, നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. നമ്മൾ കൺട്രോൾ ചെയ്യാതെ ചെയ്യുന്നൊരു ഓക്സിഡേഷനാണ്, വെറുതെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഒരു ലിമിറ്റഡ് സപ്ലൈ ഓഫ് അല്ലെങ്കിൽ ഒരു റെഗുലേറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജനിൽ സ്യൂട്ടബിൾ കാറ്റലിസ്റ്റിൻ്റെയും സ്യൂട്ടബിൾ ടെമ്പറേച്ചറിൽ നമ്മൾ റിയാക്ഷൻ നടത്തുമ്പം നമുക്ക് കിട്ടുന്നത് ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മീഥെയിനെ ഓക്സിഡൈസ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ മെറ്റൽ. അപ്പോൾ അവിടെ നിങ്ങൾ ടെമ്പറേച്ചറും പ്രഷറും അവിടെ നിങ്ങളിനി ഓർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മീഥെയിൻ്റെ ഓക്സിഡേഷനിൽ മീഥെയിൻ പ്ലസ് O2 ആരോയുടെ മുകളിൽ കോപ്പർ എന്ന് കൊടുക്കുക, ഫോം മെത്തനോൾ. ഓക്കെ, രണ്ടാമത്തത് മീഥെയിൻ പ്ലസ് ഓക്സിജൻ ഹീറ്റ് ചെയ്യുന്നത് മോളിബ്ഡിനം ട്രയോക്സൈഡിൻ്റെ പ്രസൻസിൽ MO2O3 മോളിബ്ഡിനം ട്രയോക്സൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെത്തനാൽ കിട്ടും. അതേപോലെ തന്നെ മാംഗനീസ് അസറ്റേറ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റിക് ആസിഡ് കിട്ടും, അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് കിട്ടും. ഇതിനെ അവിടെ നമുക്ക് എത്ര നമ്പർ ഓഫ് കാർബണുള്ള ആസിഡ് വേണോ അത്ര നമ്പർ ആൽക്കെയിൻ എടുക്കണം. നിങ്ങളിനി മീഥെയിനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുക ഫോമിക് ആസിഡാണ്, അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡാണ് കിട്ടുക. പ്രൊപ്പൈനാണ് എടുക്കുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന ആസിഡ് പ്രൊപ്പനോയിക് ആസിഡായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആൽക്കെയിനെ നമ്മൾ മാംഗനീസ് അസറ്റേറ്റ് വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തനോയിക് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ആൽക്കെയിനെ മോളിബ്ഡിനം ട്രയോക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് കിട്ടും.
ആൽക്കെയിനെ കോപ്പർ വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ കിട്ടും. അങ്ങനെ ജനറലായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി നമ്മൾ ഒരു ടെർഷറി ആൽക്കെയിൻ വിത്ത് ആൽക്കെയിൻ വിത്ത് ടെർഷറി ഹൈഡ്രജൻ ഉള്ള ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആൽക്കെയിൽ 4 ബോണ്ടാണ്. അതിൽ 3 സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് ആൽക്കെയിൽ ഗ്രൂപ്പ് CH3 ത്രൈസ് CH. അങ്ങനെ ടെർഷറി ഹൈഡ്രജൻ ഉള്ള അല്ലെങ്കിൽ ടെർഷറി കാർബണിൽ ഹൈഡ്രജൻ ഉള്ള, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടെർഷറി കാർബണിൽ ഹൈഡ്രജൻ ഉള്ള ആൽക്കെയിൻ മാത്രം, അല്ലേ? അത് മാത്രമേ KMnO4, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. KMnO4ഉമായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്ന ഏക ആൽക്കെയിന് കണ്ടീഷൻ എന്താണ്? അതൊരു ടെർഷറി കാർബണുള്ള ഹൈഡ്രജൻ, ടെർഷറി കാർബൺ മാത്രം പോരാ, ടെർഷറി ഹൈഡ്രജൻ ഉള്ള ആൽക്കെയിനായിരിക്കണം. അത്തരം ആൽക്കെയിനിൽ KMnO4 വെച്ച് ഓക്സിഡൈസ് ചെയ്താൽ മാത്രമേ അതൊരു ആൽക്കഹോളായിട്ട് മാറുകയുള്ളൂ. ആ ഒരു നമ്മൾ പൊതുവേ നമ്മൾ പറയാറുണ്ട് KMnO4 അല്ലേ ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് ആൽക്കെയിൻസ് എന്ന് പറയാറുണ്ട്. എക്സെപ്റ്റ് ഈ ഒരു കാറ്റഗറിയിൽ മാത്രം അത് ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അവിടെ ടെർഷറി കാർബണിൽ ഹൈഡ്രജൻ വരുന്ന ആൽക്കെയിനിൽ മാത്രമാണ് KMnO4 വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്ന എന്താണ്? ആൽക്കഹോളാണ്. ഓക്കെ. ഇനി അടുത്ത റിയാക്ഷനാണ് ഐസോമറൈസേഷൻ. ഇതിൻ്റെ ഐസോമറായിട്ട് മാറുക. ഒരു ആൽക്കെയിന് അതിൻ്റെ ഐസോമറായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെയും HClൻ്റെയും പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഹെക്സൈനാണ്. ഹെക്സൈനെ അതിൻ്റെ ഐസോമറാക്കി മാറ്റണമെന്ന് വിചാരിച്ചു. ഹെക്സൈൻ്റെ ഐസോമർ ഏതൊക്കെയാണ്? 2-മീഥൈൽ പെൻറ്റൈനും 3-മീഥൈൽ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ കുറയ്ക്കുക കേട്ടോ. ചെയിൻ ഐസോമറാക്കി മാറ്റുക, അല്ലെങ്കിൽ അതിന് ചെയിൻ ഐസോമറാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അവിടെ ഇതിന് ചെയിൻ ഐസോമർ എന്ന് പറയുമ്പോൾ അതിന് ഒരു കാർബൺ കുറവുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പോൾ ഒരു കാർബൺ കുറയാന്ന് പറയുമ്പോൾ ഹെക്സൈനിൽ പെൻറ്റൈൻ ആയിരിക്കും. പെൻറ്റൈനിൽ അല്ലേ 6 കാർബണിൽ ഒരു കാർബൺ പിന്നെ എന്താക്കി മാറണം? ബ്രാഞ്ചായിട്ട് മാറണം. അപ്പോൾ 2 ബ്രാഞ്ച് വരാനേ അതിൽ സാധ്യതയുള്ളൂ. 2-മീഥൈൽ പെൻറ്റൈനും 3-മീഥൈൽ പെൻറ്റൈനും. ഇത് കാർബൺ എണ്ണം കൂടുമ്പോൾ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഹെപ്റ്റൈൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വ്യത്യാസം ഉണ്ടാവും പ്രോഡക്റ്റ്. അവിടെ 2-മീഥൈലും നോക്കണത് അല്ലേ, 2-മീഥൈൽ ഹെക്സൈൻ, അവിടെയും 3-മീഥൈൽ അത്ര വരുള്ളൂ, നോക്കിയാൽ മതി. ഓക്കെ. ചിലയിടത്ത് 3 വരും. അപ്പോൾ അത് നിങ്ങൾ പ്രോഡക്റ്റ് എഴുതുമ്പോൾ അതിലൊരു കാർബൺ കുറവുള്ള ചെയിൻ ഐസോമറായിട്ടാണ് മാറുക. അപ്പോൾ അതിൽ എത്ര ഐസോമർ ഉണ്ട് അത് മുഴുവനായിട്ട് നമ്മൾ ഇതിലാകെ 2-മീഥൈൽ പെൻറ്റൈനും 3-മീഥൈൽ പെൻറ്റൈനും ഇവിടെ ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ അതാണ് ഐസോമറൈസേഷൻ. ഇനി അടുത്തത് ഐസോമറൈസേഷൻ നടത്തുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ആ റിയേജൻറ്റ് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. പലപ്പോഴും എക്സാമിന് ഹെക്സൈൻ എന്ന് കൊടുക്കും, എന്നിട്ട് ആരോൻ്റെ മുകളിൽ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് HCl എന്ന് കൊടുക്കും, എന്നിട്ട് പ്രോഡക്റ്റ് എഴുതാൻ ചോദിക്കും. ഓക്കെ. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് എഴുതുക എന്ന് പറയുമ്പോൾ 2-മീഥൈൽ പെൻറ്റൈൻ ആൻഡ് 3-മീഥൈൽ പെൻറ്റൈൻ ആണ്. അടുത്താണ് അരോമാറ്റൈസേഷൻ. അരോമാറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോമാറ്റിക് കോമ്പൗണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ്. അത് വനേഡിയം പെൻറ്റോക്സൈഡിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയേജൻറ്റ് പഠിക്കുക. ക്രോമിയം ട്രയോക്സൈഡ്, വനേഡിയം ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. വനേഡിയം പെൻറ്റോക്സൈഡ്, V2O5 Cr2O2, ഇതാണ് നിങ്ങൾക്ക് ഓർമ്മയുള്ളത്, അത് പഠിക്കുക. 773 കെൽവിൻ ടെമ്പറേച്ചർ എന്തായാലും പഠിക്കുക. 773 കെൽവിനിൽ ക്രോമിയം ഓക്സൈഡോ വനേഡിയം പെൻറ്റോക്സൈഡിൻ്റെയോ പ്രസൻസിൽ മിനിമം നമുക്കറിയാം ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ 6 മെമ്പറുള്ളതാണെങ്കിൽ ഹെക്സൈൻ എടുക്കും. ഹെക്സൈന് അല്ലെങ്കിൽ ആൽക്കെയിനെ നമ്മൾ ഒരു അരോമാറ്റിക് ഹൈഡ്രോ കാർബണാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഹെക്സൈൻ ആകുമ്പോൾ അവിടെ ബെൻസീൻ ഫോം ചെയ്യും. ഹെപ്റ്റൈൻ ആകുമ്പോൾ അവിടെ ടോളുവീനാണ് ഫോം ചെയ്യുക. അങ്ങനെ കാർബൺ ആറ്റത്തിനനുസരിച്ച് നമുക്ക് അരോമാറ്റൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് റിയാക്ഷൻ വിത്ത് സ്റ്റീം. ഇത് നിങ്ങൾ ഹൈഡ്രജനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ?
ഈ സ്റ്റീമിലോട്ട് ഹൈഡ്രോ കാർബണിലേക്ക് സ്റ്റീം കടത്തി വിടുക. അപ്പോൾ അത് മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഫോം ചെയ്യും. അതിനെ നമ്മൾ വാട്ടർ ഗ്യാസ് എന്ന് പറയും. ആ വാട്ടർ ഗ്യാസ് ഫോം ചെയ്യുന്ന കാർബൺ മോണോക്സൈഡിനെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. അടുത്തത് പൈറോളിസിസ് ആണ്. പൈറോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽക്കീനെ ഹയർ മെമ്പറുള്ള അൽക്കീനെ ലോവർ മെമ്പറുള്ള അൽക്കീനായിട്ട് മാറ്റുക ബൈ ഹീറ്റിംഗ്. അപ്പോൾ ഹയർ ആൽക്കീൻസ് ഓൺ ഹീറ്റിംഗ് ടു ഹയർ ടെമ്പറേച്ചർ ഡീകമ്പോസസ് ഇൻ ടു ലോവർ ആൽക്കീൻ. അതിനെയാണ് പൈറോളിസിസ് ഓർ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ക്രാക്കിങ്ങിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അപ്പോൾ അവിടെ 773 കെൽവിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുപാട് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ C4H8 + C2H6, ഈതേനും ബ്യൂട്ടീനും ഏതെങ്കിലും ഒരു റിയാക്ഷൻ എഴുതിയാലും മതി. 3 എഴുതണം നിർബന്ധമൊന്നുമില്ല അല്ലേ. എന്താണ് പ്രൊപ്പീനും എത്തീനും മീതേനും ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ റിയാക്ഷൻ പഠിക്കാൻ കുറച്ചും കൂടി നല്ലത്. അവിടെ എന്തുണ്ട്, ബ്യൂട്ടീനും ഈതേനുമാണ്. ബ്യൂട്ടീനും ഈതേനുമാണ് 773 കെൽവിനിലാണ് ഹെക്സൈനാണല്ലോ നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് പൈറോളിസിസ്. അപ്പോൾ അത്രയാണ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ പറയാനുള്ളത്. ഇനി ആൽക്കെയിന് നമ്മൾ ആൽക്കെയിൻ പറയുമ്പോൾ ആൽക്കെയിൻ ഒരു വളരെ പ്രത്യേക, നമ്മൾ പല രീതിയിലുള്ള ഐസോമറിസം നമ്മൾ പറയുന്നുണ്ട്. ചെയിൻ ഐസോമറിസം ആൽക്കെയിനുണ്ട്, പൊസിഷൻ ഐസോമറിസം ആൽക്കെയിനുണ്ട് അല്ലേ. അതുപോലെ തന്നെ അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. എന്നാൽ നമ്മൾ മറ്റു ഒന്നിലും പറയാത്തൊരു പ്രത്യേക ഐസോമറിസം ഇവിടെ നമ്മൾ പറയാറുണ്ട്. അതിനെ നമ്മൾ കൺഫർമേഷണൽ ഐസോമറിസം എന്ന് പറയുന്നു. ഇതിൻ്റെ കാരണം നമുക്കറിയാം, ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള കാർബൺ സിംഗിൾ ബോണ്ട് അത് വളരെ സ്ട്രോങ് ബോണ്ടാണ്. അതൊരു സ്ട്രോങ് ബോണ്ടായതുകൊണ്ട് തന്നെ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. സ്ട്രോങ് ബോണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. The spatial arrangement of atom which can be converted into one another by rotation around carbon single bond. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു പെന്ന് വെച്ചിട്ട് നമുക്കൊരു പെന്ന് സെൻറ്ററിൽ കൺസിഡർ ചെയ്യുക. ഒരറ്റത്ത് 3 ബോണ്ട്, ഒരറ്റത്ത് 3 ബോണ്ട്. സ്വാഭാവികമായിട്ട് അതിന് റൊട്ടേറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റ് കിട്ടും. ആ അറേഞ്ച്മെൻറ്റാണ് കൺഫർമേഷൻസ് എന്ന് പറയുന്നത്. The spatial arrangement of atoms which can be converted into one another by rotation around carbon single bond are called conformation. It is the arrangement of atoms which can be converted into one another by the അതാണ് ആ പോയിന്റ് ശ്രദ്ധിക്കുക, റൊട്ടേഷൻ അറൗണ്ട് കാർബൺ സിംഗിൾ ബോണ്ട്. കാർബൺ സിംഗിൾ ബോണ്ടിനെ റൊട്ടേറ്റ് ചെയ്യുക, അതിൻ്റെ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ കൺഫർമേഷൻസ് എന്ന് പറയുന്നത്. ഈ കൺഫർമേഷനിൽ നമ്മൾ കൺഫർമേഷൻ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, അവിടെ ബോണ്ടിൻ്റെ ഈ റൊട്ടേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ചില റിപ്പൾഷൻസ് ഉണ്ടാവും. റൊട്ടേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന റിപ്പൾഷൻസ് ഉണ്ടാവും. ഈ റിപ്പൾഷനെയാണ് നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ടോർഷണൽ സ്ട്രെയിൻ. ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ സമയം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷൻ ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളിനെയാണ് ഡൈഹെഡ്രൽ ആംഗിൾ. കൺഫർമേഷനുമായി ബന്ധപ്പെട്ടുള്ള 2 ടേമാണ്. ഒന്ന് ടോർഷണൽ സ്ട്രെയിൻ. ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ആ ഒരു റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന, നമുക്കറിയാം അവിടെ ഒരു റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾഷൻ കാരണം എല്ലാം ബോണ്ടാണ്, റൊട്ടേറ്റ് ചെയ്യുന്ന ബോണ്ടാണ്. അപ്പോൾ ആ ഒരു ബോണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾഷൻ വരുന്നതുകൊണ്ടുള്ള സ്ട്രെയിനിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെയാണ് ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ. നമുക്ക് ഓരോ സമയത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോരോ അറേഞ്ച്മെൻറ്റാണ് വരിക. ആ ഒരു ആംഗിൾ ഓഫ് റൊട്ടേഷനെയാണ് ഡൈഹെഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ സത്യത്തിൽ ഇതൊരു പെന്നുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവുള്ളൂ. അവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം വലിയ 2 ബോൾ,
അതിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് കറുപ്പ് കളറിൽ നിങ്ങൾ കണ്ട് കറുപ്പ് കളറിലുള്ള ബോള് അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് വരുന്നു. ഇനി അത് ഈതേൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ മൂന്ന് CH ബോണ്ട്, 3 CH ബോണ്ട് മുകളിലും 3 CH ബോണ്ട് താഴെയാണ്. 3 CH ബോണ്ട് മുകളിലും 3 CH ബോണ്ട് താഴെയാണുള്ളത്.